നമസ്തേ. നമ്മെ ഏറ്റവും കൂടുതൽ അലട്ടുന്നതും ഭയപ്പെടുത്തുന്നതും മരണഭയമാണ്. അതോടുകൂടി എല്ലാം തീർന്നു, മരണത്തിലേക്ക് എത്തുകയേ ചെയ്യരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ജനിച്ചാൽ മരിക്കും എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. എന്നാലും പലപ്പോഴും നമ്മളത് ഉൾക്കൊള്ളുവാനോ അതിനനുസരിച്ച് ജീവിക്കുവാനോ തയ്യാറാകുന്നില്ല. ഞാൻ സ്ഥിരം ഈ ഭൂമിയിൽ കാണും മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും തൻ്റെ പരമ്പരയ്ക്ക് വേണ്ടിയും എന്തും നേടാം, എന്തും സമാഹരിക്കാം, ഇതെല്ലാം എന്നോടൊപ്പം ഉണ്ടാകും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കോടിയൊക്കെ ഇടും നാട്ടുകാർ, പക്ഷെ ആ കോടി പോലും കൊണ്ടുപോകുന്നില്ല. ബാങ്കിലുള്ള കോടിയോ ഉടുത്തിരിക്കുന്ന വസ്ത്രമോ പോലും നമ്മൾ കൊണ്ടുപോകുന്നില്ല. എന്നിട്ടും എന്തിനോ വേണ്ടി പരക്കം പായുന്നു. മരണത്തെ നമ്മിൽ നിന്ന് അകറ്റുവാനുള്ള പല പല മാർഗങ്ങൾ പഴുതടച്ച് കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. എന്നിട്ടും നമ്മൾ പരാജിതരാകുന്നു. ഒന്നുറപ്പാണ്, ആരൊക്കെ ജനിക്കുന്നു, വൃക്ഷങ്ങളാകട്ടെ, സസ്യങ്ങളാകട്ടെ, പറവകളാകട്ടെ, ബാക്ടീരിയ ആകട്ടെ, ഫംഗസ് ആകട്ടെ, ആരും ആയിക്കോട്ടെ, ആന, കുതിര, പുലി, ഒട്ടകം, എന്തുമായിക്കോട്ടെ, ജനിച്ചാൽ മരിക്കപ്പെടും എന്ന് ഭഗവാൻ കൃത്യമായി തന്നെ 5600 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഭഗവത്ഗീതയിൽ കൃത്യമായി തന്നെ ഭഗവാൻ പറയുന്നു. നമ്മളിൽ ഭൂരിഭാഗവും ഭഗവത്ഗീത ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അത് ഒന്ന് പാരായണം ചെയ്യുവാനോ അതിലെ തത്വങ്ങൾ ഒരല്പമെങ്കിലും ജീവിതത്തിലേക്ക് പകർത്തണമെന്നോ അറിയണമെന്നോ ഉള്ള ചിന്തയില്ലാത്തത് കൊണ്ടോ നമ്മളത് ശ്രദ്ധിച്ചു കാണില്ല. പക്ഷേ സ്നേഹസ്വരൂപനായ ഭഗവാൻ നമ്മളത് ശ്രദ്ധിക്കും, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തും എന്ന് ഭഗവാൻ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചതാകുമോ എന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഏവര് പ്രകാരമാകണമെന്നില്ല, ചുരുക്കം ചിലരെങ്കിലും അത് ശ്രദ്ധിക്കുന്നുണ്ടാകാം, ജീവിതത്തിലേക്ക് അത് പകർത്തുന്നുമുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയുന്നു, നീ മരണത്തെ അല്ല കുഞ്ഞെ ഭയപ്പെടേണ്ടത്, ജനനത്തെയാണ്. ഈ മരണം കഴിയുമ്പോൾ നിനക്ക് ഒരു പുനർജന്മം ഉണ്ടെങ്കിൽ അത് മനുഷ്യനായിട്ട് വേണോ, മൃഗമായിട്ട് വേണോ, ആനയായിട്ട് വേണോ, കുതിരയായിട്ട് വേണോ, മുല്ലയായി വേണോ, തെച്ചിയായി വേണോ, പക്ഷിയായി വേണോ എന്ന് തീരുമാനിക്കുന്നത് സർവേശ്വരനെ അല്ല. ഈ ജന്മത്ത് നീ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളായിരിക്കും അടുത്ത ഒരു ജന്മം നിനക്കുണ്ടാകുമെങ്കിൽ അതിനുള്ള സന്തോഷകരമായ സാഹചര്യത്തെ സൃഷ്ടിക്കുന്നത്. കാരണം ഈ ജന്മത്ത് നീ അനുഭവിക്കുന്ന സങ്കടങ്ങളെല്ലാം കഴിഞ്ഞ ജന്മത്ത് നീ തന്നെ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പരിണിത ഫലമാണ്. ജനിച്ചാൽ മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. മരിച്ചാൽ ജനനത്തിലുള്ള സാധ്യതയും ഉറപ്പ് തന്നെയാണ്. അതുമല്ല എങ്കിൽ കിട്ടിയ മനുഷ്യവേഷത്തിൽ പരിപൂർണമായ സുഹൃതം ചെയ്യണം, പരിപൂർണമായ ധർമ്മം ചെയ്യണം, പരിപൂർണമായ കർമ്മ കുശലതയോടുകൂടി സത്യത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അടുത്ത ഒരു ജന്മമേ ഉണ്ടാകില്ല, പരിപൂർണമായ ഭഗവത് പദപ്രാപ്തിയായിരിക്കും ലഭിക്കുന്നത്. അത് വളരെ വളരെ വിരളമായിരിക്കും. ഭൂരിഭാഗവും അടുത്ത ജന്മത്തിലുള്ള യോഗ്യതയായിരിക്കും ആർജിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയുന്നു, അടുത്ത ജന്മത്ത് നീ ആരാകണം എന്ന് തീരുമാനിക്കുന്നത് ഞാനേ അല്ല, നീയാണ്. നീ കാട്ടുന്ന പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും നിന്റെ അടുത്ത വേഷം. നീ കാട്ടുന്ന പ്രകടനങ്ങൾ എത്രത്തോളം മികവുറ്റതാണ്, പ്രവർത്തനങ്ങൾ എത്രത്തോളം ശ്ലാഘനീയമാണ്, അതായിരിക്കും നിന്റെ അടുത്ത വേഷത്തിനുള്ള യോഗ്യതയായി മാറുന്നത്. ഞാനിവിടെ ഒരു പരീക്ഷാർത്ഥിയുടെ ആൻസർ ഷീറ്റ് നോക്കിക്കൊണ്ട് അതിൽ കൃത്യമായി മാർക്ക് രേഖപ്പെടുത്തുകയും തെറ്റായ ഉത്തരത്തിന് മാർക്ക് നൽകാതിരിക്കുകയും അതിനനുസരിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് യോഗ്യത നേടിയോ നേടാതിരിക്കുന്നോ, നേടിയെങ്കിൽ A+ കൂടിയാണോ, A ഗ്രേഡോട് കൂടിയാണോ, B+ കൂടിയാണോ എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മുൻപുള്ള ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. അപ്രകാരം ഈ മനുഷ്യവേഷം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അടുത്ത വേഷം നിനക്ക് ലഭിക്കണമെങ്കിൽ ഈ മനുഷ്യവേഷത്തിൽ നീ ചെയ്ത നന്മകളുടെയും തിന്മകളുടെയും ഫലമായിരിക്കും അതിനുള്ള യോഗ്യതയായി മാറുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ പരീക്ഷാ പേപ്പറിലെ മാർക്ക് പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളായി മാറാമെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ തന്നെ മാർക്ക് കുറയുവാനുള്ള കാരണം, അല്ലെങ്കിൽ മൈനസ് മാർക്കിലേക്ക് എത്തുവാനുള്ള കാരണം തെറ്റായ അധാർമികമായ പ്രവൃത്തിയാണ്. അതിന് തുല്യം തന്നെയാണ് നിന്റെയും ജീവിതം. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും അണുവിട പോലും മാറാതെ നിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് നിന്നെ സർവദാ ശ്രദ്ധിച്ചുകൊണ്ട് നീ ചെയ്യുന്ന ധർമ്മ അധർമ്മങ്ങളെ അണുയിട വിടാതെ ഞാൻ ശ്രദ്ധിക്കുന്നു, അതനുസരിച്ച് നിനക്കുള്ള മാർക്ക് നൽകുന്നു. അതുകൊണ്ട് ഉണ്ണിയെ മറക്കരുത്, മറന്നു പോകരുത്. കൃത്യമായ ധാർമ്മികമായ ബോധത്തോടു കൂടി പരിശ്രമിച്ചാൽ നിനക്ക് എൻ്റെ പദം തന്നെ നേടാം. ഇല്ല എങ്കിൽ അടുത്ത ഒരു ജന്മമുണ്ടെങ്കിൽ ശ്രേഷ്ഠകരമായ ജന്മമായി മാറാം. കാരണം അടുത്ത ജന്മത്തിലെ സന്തോഷം ഈ ജന്മത്തിൽ ചെയ്യുന്ന പുണ്യങ്ങളുടെ പരിണിത ഫലമാണ്. അതോടൊപ്പം തന്നെ ഓർത്തുകൊള്ളൂ, അടുത്ത ജന്മത്തിൽ നിനക്ക് സങ്കടം എത്തുന്നുവെങ്കിൽ ഈ ജന്മത്ത് നീ ചെയ്ത പാപങ്ങളുടെ പരിണിത ഫലമാണ്. അതുകൊണ്ട് ധൈര്യമായി ഈ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അർജുനനിലൂടെ നമ്മൾക്കേവർക്കുമായി ആ ശ്ലോകത്തെ പറഞ്ഞു തരുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകമാണ്.
ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി. നിനക്ക് സങ്കടപ്പെടാൻ യാതൊരു യോഗ്യതയുമില്ല, സങ്കടപ്പെടേണ്ടതേ ഇല്ല. കാരണം ഇത് നിന്നാൽ പരിഹരിക്കപ്പെടാൻ കഴിയുന്നതല്ല. നീ നിന്റെ കർമ്മം ചെയ്യൂ. പഠിക്കാൻ പറഞ്ഞു വിട്ടാൽ പഠിക്കൂ, നല്ല രീതിയിൽ തന്നെ പഠിക്കൂ. കാരണം നിന്റെ ഭാവിയെ പ്രതീക്ഷിച്ച് നിന്റെ അച്ഛനും അമ്മയും എപ്രകാരമാണോ നിനക്കായി പരിപൂർണ പിന്തുണ നൽകുന്നത്, അപ്രകാരം സർവേശ്വരനായ വിശ്വനാഥൻ ജഗൽപിതാവ് നമ്മൾക്ക് പരിപൂർണമായി പിന്തുണ നൽകുന്നു. ആ പിന്തുണയെ, കെയറിനെ യഥാരീതി പ്രയോജനപ്പെടുത്തി അവരെ സന്തോഷിപ്പിച്ചാൽ, മാതാവും പിതാവും സന്തതിയുടെ സൽപ്രവർത്തി കണ്ട എപ്രകാരമാണോ സന്തോഷിക്കുന്നത്, സന്തതികളുടെ ഐശ്വര്യം കണ്ട എപ്രകാരമാണോ ആനന്ദിക്കുന്നത്, അപ്രകാരം സർവേശ്വരനും നമ്മുടെ ഓരോരുത്തരുടെയും സൽപ്രവർത്തികൾ കണ്ട് ആനന്ദിക്കും, നമ്മളെ അനുഗ്രഹിക്കും, അവിടുത്തെ പാദതാരണകളിലേക്ക് തന്നെ ചേർക്കും. അതുകൊണ്ട് മരണത്തെപ്പറ്റി അനാവശ്യമായ വ്യാകുലതകളില്ലാതെ വരാൻ പോകുന്ന ഐശ്വര്യകരമായ ജീവിതത്തെ എനിക്ക് എങ്ങനെ കരഗതമാക്കാം, അതിനുമപ്പുറം ഭഗവാന്റെ പാദത്തിലേക്ക് എനിക്ക് എപ്രകാരം അലിഞ്ഞു ചേരാം എന്ന ചിന്തയോടുകൂടി ധർമ്മത്തിലൂടെ സഞ്ചരിച്ചു. മറിച്ച് അനാവശ്യമായ സങ്കടത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് മരിക്കുമല്ലോ 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 എന്ന് വരും എന്ന് ചിന്തിക്കാതെ സധൈര്യം നേരിടാനുള്ള തയ്യാറെടുപ്പ് നടത്തൂ. വിജയം നിന്നോടൊപ്പം തന്നെ ആയിരിക്കും എന്ന് ഭഗവാൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നു, ഉത്തേജിപ്പിക്കുന്നു. മറ്റൊരു ഭഗവത്ഗീതാ ശ്ലോകവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയപ്പെട്ട മിത്രങ്ങളെ, അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവന്റെ ശതകോടി പ്രണാമം. ഹരി ഓം.